ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഞ്ജന അനിൽകുമാറിന്റെ വിശദാംശങ്ങളുമായി. അഞ്ജന, ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധന പൂർത്തിയായി എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ എത്തിച്ചത്? തുളസി, 11:40 ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധന പൂർത്തിയായത്. അതിനുശേഷം ഉടൻ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്തായാലും ഇന്ന് ബോബി ചെമ്മണ്ണൂർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തുടരും. നാളെയായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക. തുറന്ന കോടതിയിൽ നാളെ ഹാജരാക്കും. 11:20 എറണാകുളം ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു. ഏകദേശം 20 മിനിറ്റ് മാത്രമേ സമയമെടുത്തുള്ളൂ. അതിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണ് പോലീസ് ശ്രമിച്ചത്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിനോട് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു സംഭവത്തിൽ കുറ്റബോധമുണ്ടോ അല്ലെങ്കിൽ മാപ്പ് പറയണമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ കുറ്റബോധമില്ലെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ മറുപടി. എന്തായാലും 7 മണിയോട് കൂടിയാണ് വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം അറസ്റ്റും രേഖപ്പെടുത്തി. അതിനുശേഷം 11:20 ഇവിടെ എത്തിക്കുകയും പെട്ടെന്ന് തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇനിയിപ്പോൾ നാളെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക. ഇന്നിപ്പോൾ നടി ഹണി റോസിന്റെ അടക്കം രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും വരും ദിവസം അതിപ്പോ ഞങ്ങൾക്ക് അറിയില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താന്നുള്ളത്. എന്തായാലും ഇത്രയും സമയം 11 മണിക്ക് ഹാജരാക്കും. ജാമ്യത്തിനുള്ള എല്ലാം ആക്കിയിട്ടുണ്ട്. സീനിയർ അഭിഭാഷകനായ രാമപിള്ള സാറാണ് അപ്പിയർ ചെയ്യുന്നത്. അതെ. ഇല്ല, ഭക്ഷണം കഴിച്ചു, കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യസ്ഥിതിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കൂടെ മെഡിക്കലിന് പോയി, കുഴപ്പമൊന്നുമില്ല, ആ രീതിയിൽ പിരിഞ്ഞു. അതൊന്നും അറിയില്ല. സപ്പോർട്ട് ചെയ്യാം മാക്സിമം. നടി ഹണി റോസിനെതിരായ അശ്ലീല അധിക്ഷേപത്തിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധനയാണ് പൂർത്തിയായിരിക്കുന്നത്. ബോബി ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. അഞ്ജന അനിൽകുമാറുണ്ട്. അഞ്ജന, ഇനി എന്തായിരിക്കും അടുത്ത നടപടികൾ? ബോബി ചെമ്മണ്ണൂർ എന്തായാലും ഇന്നിപ്പോൾ സ്റ്റേഷനിൽ തുടരുകയായിരിക്കുമല്ലേ? തീർച്ചയായും തുളസി, ഇന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ തുടരും. അതിനുശേഷം നാളെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 11 മണിയോടുകൂടി ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ ഒട്ടും തന്നെ ഒരു കുറ്റബോധമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. വളരെയധികം കൂളായാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ അടക്കം വന്നത്. തന്റെ പതിവ് മുദ്രകളെല്ലാം കാണിച്ചുകൊണ്ട് വളരെ പ്രസന്നവദനായാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണെങ്കിലും തിരിച്ചു പോയപ്പോഴാണെങ്കിലും എല്ലാം തന്നെ അങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും ഇന്ന് ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ഇതിന്റെ അടക്കം സാഹചര്യത്തിലാണ് ഇപ്പോൾ വകുപ്പുകൾ അടക്കം ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നാളെ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. താൻ ചെയ്തത് തെറ്റല്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ബോബി ചെമ്മണ്ണൂർ നിലവിലുള്ളത്. തുളസി, തീർച്ചയായിട്ടും നടി ഹണി റോസിനെതിരായ അശ്ലീല അധിക്ഷേപത്തിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യപരിശോധനയാണ് പൂർത്തിയായിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചതെന്ന് കണ്ടുവരാം. ഒന്നുമില്ല, ഡബിൾ മീനിങ്. ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു, അതിന്റെ പേരിലുള്ള കേസാണ് ഇത്. ദ്വയാർത്ഥത്തിൽ സംസാരിച്ചു എന്നുള്ള, നമ്മള് മോശമായ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. സംഭവത്തിൽ കുറ്റബോധമില്ലെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ തുടരും. നാളെയായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. അഞ്ജന അനിൽകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.